വോട്ടർ പട്ടിക പരിഷ്കരണം തന്നെയാണ് ഇന്നത്തെ ആദ്യത്തെ വിഷയം. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് SIR നടപ്പാക്കുന്നത് എന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശവാദം. എന്നാൽ ഈ ഇരട്ട വോട്ട് കണ്ടെത്താനോ ഇരട്ട വോട്ട് ചേർക്കുന്നത് തടയാനോ SIRൽ സംവിധാനമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മീഡിയ വണ്ണിന്റെ നാഷണൽ എക്സ്ക്ലൂസീവ് ആണത്, നമ്മുടെ കണ്ടെത്തലാണത്. ഒരു വ്യക്തിക്ക് നിലവിൽ 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ 2 സ്ഥലത്തെയും BLOമാരിൽ നിന്ന് എന്യൂമറേഷൻ ഫോം ലഭിക്കും. ഒരു സ്ഥലത്തെ വോട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ടാമത്തെ സ്ഥലത്തെ വോട്ട് ഒഴിവാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വ്യക്തി 2 സ്ഥലത്തെയും വോട്ട് നിലനിർത്തിയാൽ അത് കമ്മീഷന് കണ്ടെത്താൻ നിലവിൽ കഴിയില്ല. വോട്ടർമാർ ഇങ്ങനെ ചെയ്യില്ലെന്ന വിശ്വാസം മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. സംവിധാനമില്ല. ഒരു സ്ഥലത്ത് 6 മാസത്തിലധികമായി താമസിക്കുന്നുവെന്ന രേഖ നൽകിയാൽ ഒരു വ്യക്തിക്ക് ഏത് മണ്ഡലത്തിലും വോട്ടറായി മാറാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡിന്റെ എപ്പിക് നമ്പർ ഉപയോഗിച്ച് ഒരു സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടാൽ അതേ എപ്പിക് നമ്പറിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വിധമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ഇരട്ട വോട്ട്, കള്ളവോട്ട് ഇതെല്ലാം തടയാൻ സാധിക്കുക അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ചിരിക്കുന്ന കാലത്തും എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഉപയോഗിക്കാത്തത് എന്നത് ആശങ്കയുണ്ടാക്കുന്നതാണ്. രാജ്യവ്യാപകമായിട്ട് ആരോപണം ഉയർന്ന ഇരട്ട വോട്ട് തട്ടിപ്പ് കേരളത്തിലും നടന്നു എന്നൊക്കെയുള്ളത് നേരത്തെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഏത് വ്യക്തിക്കും ലളിതമായ നടപടികളിലൂടെ ഈ ഇരട്ട വോട്ട് സംഘടിപ്പിക്കാൻ കഴിയും എന്നത് SIRന്റെ സുതാര്യതയെ സംശയനിഴലിലാക്കുന്നുണ്ട്. ഒപ്പം തന്നെ SIRന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ സംശയങ്ങളും ആശങ്കകളും സംസ്ഥാനത്തിന്റെ എതിർപ്പുമെല്ലാം നിലനിൽക്കുമ്പോഴാണ് SIR നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. BLOമാര് വീടുകൾ കയറി ഇറങ്ങുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ആ പ്രോസസ് എന്നുള്ളത് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഈ SIRൽ നമ്മൾ നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പലർക്കും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സംശയങ്ങളുണ്ട്. ഇപ്പൊ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നത് ഇപ്പൊ ബീഹാറിൽ നമ്മൾ കേട്ടത് മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുണ്ട്. ഈ കള്ളവോട്ട് ആരോപണം, ഇല്ലെങ്കിൽ ഇരട്ട വോട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ തന്നെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ 2002 ശേഷം എന്ത് സംഭവിച്ചു, എവിടെയൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ആളുകൾ കൂടുതലായിട്ട് ചില സ്ഥലങ്ങളിലേക്ക്, സിറ്റികളിലേക്ക് മാറി താമസിക്കുന്നുണ്ട്. ഇവരുടെ വോട്ടുകളെല്ലാം മാറ്റി ഈ വോട്ട് മാറ്റുന്നതിന്, അല്ലെങ്കിൽ 2 സ്ഥലത്തും വോട്ടായി പോയതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത്. ഇപ്പോൾ സാങ്കേതികമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ SIRനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വീഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന്, ഇല്ലെങ്കിൽ ഒരു പിഴവ്, ടെക്നിക്കലി ഫിറ്റ് അല്ലാത്തൊരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും ഇതൊരു വിശ്വാസത്തിൻ്റെത് കൂടിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനങ്ങളെല്ലാവരും ജനത്തെ വിശ്വാസത്തിലെടുത്ത് അവരത് കൃത്യമായിട്ട് ചെയ്യും എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു ക്ഷേത്രയും സുതാര്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. പക്ഷേ അത് വലിയ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ വന്നിരിക്കുന്ന ആരോപണങ്ങൾ, കേസുകൾ, ആളുകളെ പുറത്താക്കിയത് ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും ആ വീഴ്ചയിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നത് നമുക്ക് പരിശോധിക്കാം. ആദ്യം SIRൽ നൽകേണ്ട രേഖകളാണ്. ആദ്യമേ അതിനു മുമ്പ് ഈ കാണുന്ന, ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഈ ഫോം ആയിരിക്കും നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി തരുന്നത്. ഇതാണ് നമ്മൾ ഈ BLOമാർ വരുമ്പോൾ അവർ തരുന്ന ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന്റെ 2ാമത്തെ പേജാണിത്. ഫസ്റ്റ് പേജ് കൂടി കാണിക്കാം. ഫസ്റ്റ് പേജ് ഇതാണ്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് ഫോട്ടോ, QR കോഡ് ഉണ്ടാവും. ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ് ആണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ വരുത്തേണ്ടതുണ്ട്. അതിനുശേഷമാണ് മറ്റു ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 1/7/1987 മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവർ, അതാണ് ആദ്യത്തെ. ആ കാർഡ് പ്ലേ ചെയ്താൽ നമുക്കത് കാണാൻ സാധിക്കും. യെസ്, 1/7/1987 മുമ്പ് ഇന്ത്യയിൽ ജനിച്ചവർ, അവരുടെ നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ജനനത്തീയതിയും ജനനസ്ഥലവും വ്യക്തമാക്കുന്ന രേഖയാണ്. മറ്റൊന്ന് 1/7/87 2/12/2004 ഇടയിൽ ഇന്ത്യയിൽ ജനിച്ച ആളുകളാണ്. ആ ഇന്ത്യയിൽ ജനിച്ച ആളുകളാണ് ഈ രേഖകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. മറ്റൊന്ന് ജനനത്തീയതിയും ജനനസ്ഥലവും വ്യക്തമാക്കുന്ന രേഖ, അത് അവർക്ക് ഹാജരാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ പിതാവിനെയോ മാതാവിന്റെയോ ജനനത്തീയതി, ജനനസ്ഥലം ഇതൊക്കെ വ്യക്തമാക്കുന്ന രേഖ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ഈ 2/12/2004 ശേഷം ഇന്ത്യയിൽ ജനിച്ചവർ ഹാജരാക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്ന് ജനനത്തീയതിയും ജനനസ്ഥലവും വ്യക്തമാക്കുന്ന രേഖ, മറ്റൊന്ന് പിതാവിന്റെയോ മാതാവിന്റെയോ ജനനത്തീയതിയും ജനനസ്ഥലവും വ്യക്തമാക്കുന്ന രേഖ, മറ്റൊന്ന് രക്ഷിതാവ് ഇന്ത്യക്കാരനല്ലെങ്കിൽ അത് നിങ്ങളുടെ ജനനസമയത്ത് അവരുടെ സാധുവായ പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പ്, മറ്റൊന്ന് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ
ഇല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് ജനിച്ച ആളാണെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യൻ മിഷൻ നൽകിയ ജനന സർട്ടിഫിക്കറ്റിന്റെ അല്ലെങ്കിൽ ജനന രജിസ്ട്രേഷന്റെ രേഖ അത് ഹാജരാക്കണം. ഒപ്പം തന്നെ രജിസ്ട്രേഷൻ നാഷണലൈസേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നേടിയിട്ടുണ്ടെങ്കിൽ ആ പൗരത്വ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതെല്ലാമാണ് നമ്മൾ ആദ്യമേ ഹാജരാക്കേണ്ടത്. ഇവർക്ക് നൽകേണ്ട നമ്മുടെ ഡേറ്റ ഇതൊക്കെയാണ്. മറ്റൊന്ന് 2 ഫോമുകളായിട്ടാണ്, അതായത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 2 ഫോമുകളായിട്ടാണ് ഈ പൂരിപ്പിച്ച് നൽകേണ്ടത്. 2002 SIRൽ പേരുള്ളവരും അല്ലാത്തവരും എന്ന രീതിയിൽ പ്രത്യേകം വിവരങ്ങൾ രേഖപ്പെടുത്തണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ആ വിവരങ്ങൾ എന്നുള്ളത്. ഒന്ന് നൽകേണ്ട, അതായത് പരിഗണിക്കുന്ന രേഖകളാണ് തിരിച്ചറിയൽ കാർഡ്, പെൻഷൻ പേയ്മെന്റ് ഓർഡർ, അതായത് കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സ്ഥിരം ജീവനക്കാർ ഇല്ലെങ്കിൽ പെൻഷൻകാർ ഇവർ നൽകുന്ന ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ ഈ പെൻഷൻ പേയ്മെന്റ് ഓർഡർ, ഇതാണ് നമ്മൾ അതിനാധാരമായി കൊടുക്കേണ്ടത്. മറ്റൊന്ന് തദ്ദേശീയ അധികാരികൾ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ്, LIC, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഈ രേഖകളാണ്. അതായത് ഈ 87-ന് മുൻപ് ഇന്ത്യയിൽ സർക്കാർ ഇല്ലെങ്കിൽ തദ്ദേശീയ അധികാരികൾ ഇല്ലെങ്കിൽ ബാങ്കുകൾ, അതുമല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസോ LICയോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ എന്നിവർ നൽകിയ ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡോ സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ അതിന്റെ രേഖയോ ഉണ്ടെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. മറ്റൊന്ന് ജനന സർട്ടിഫിക്കറ്റ് ആണ്. അത് യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു അധികാരി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ജനന സർട്ടിഫിക്കറ്റ്, ഇപ്പം നമുക്ക് വോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ പോലും അത് എവിടേക്കാണ് മാറിയത് എന്നുള്ളത് മറ്റു രേഖകൾ വെച്ച് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്താൽ മതിയോ. മറ്റൊന്ന് പാസ്പോർട്ടാണ്. അതിനുശേഷം വരുന്നത് സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് ആണ്. പെർമനന്റ് അഡ്രസ്സ്, അത് അംഗീകൃത ബോർഡുകളോ ഇല്ലെങ്കിൽ സർവകലാശാലകളോ ഒക്കെ നൽകുന്ന മെട്രിക്കുലർ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ SSLC ബുക്കിലും +2 ഇതിൽ ബുക്കിലും ഒക്കെ ആ നമ്മുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് ഉണ്ടാവും. അപ്പം അത് സബ്മിറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സ്ഥിര താമസ സർട്ടിഫിക്കറ്റിന് വേണ്ടി വനാവകാശ സർട്ടിഫിക്കറ്റ് വേണം. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജാതി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം ജാതി സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച് OBC, SC or ST അല്ലെങ്കിൽ യോഗ്യതയുള്ള അധികാരി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ കുടുംബ രജിസ്റ്റർ, അത് സംസ്ഥാനത്തിന്റെയോ ഇല്ലെങ്കിൽ തദ്ദേശീയ അധികാരികൾ ആരെങ്കിലും തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കുടുംബ രജിസ്റ്റർ കൂടി ഹാജരാക്കണം. ഒപ്പം സർക്കാർ നൽകുന്ന അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് എന്നൊന്നുണ്ട്. അത് സർക്കാരിന്റെ ഏതെങ്കിലും ഇപ്പൊ ഭൂമിയോ ഇല്ലെങ്കിൽ വീടോ ഇതൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാവും. ഈ തരത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പലർക്കും പല സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. കാരണം SIR എങ്ങനെയാണ് നടപ്പാക്കുന്നത്, VLOമാർ വന്ന് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, ഏത് രീതിയിലായിരിക്കും നമ്മുടെ വോട്ടവകാശം എങ്ങോട്ട് മാറ്റുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളതിൽ ഒരു വ്യക്തത ഇപ്പോഴും ആളുകൾക്കില്ല. അതുകൊണ്ടാണ് അത്രയധികം അത് വിശദീകരിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രേഖകൾ, ഇപ്പം നമുക്ക് ബീഹാറിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ബീഹാറിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നറിയാം. പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാനിരിക്കുമ്പോഴാണെങ്കിലും ഈ രീതിയിലുള്ള പിഴവുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ്. മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോൾ SIR നടപ്പിലാക്കുന്നതിലൂടെ ഇത് എത്രത്തോളം സുതാര്യമാകും, ഇല്ലെങ്കിൽ എത്രത്തോളം ഇതിൽ നമ്മൾക്ക് വ്യക്തതയുണ്ട്, നമ്മൾ ഇതിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. രാഷ്ട്രീയമായിട്ട് ഇതിലുള്ള എതിർപ്പുകളുണ്ട്. സംസ്ഥാനമാണെങ്കിൽ തന്നെ ആ രീതിയിൽ നിൽക്കുന്നു. ബീഹാറിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. അപ്പം സ്റ്റേറ്റ് മൊത്തത്തിൽ എതിർക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്ര തന്നെ കൺഫ്യൂഷൻ ആ കാര്യത്തിൽ പൊതുജനത്തെ സംബന്ധിച്ചുമുണ്ട്. അപ്പം അത് ക്ലിയർ ചെയ്യുക എന്നൊരു ഉത്തരവാദിത്വം കമ്മീഷനുണ്ട്. കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇത് മൊത്തത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുക, ഈ കള്ളവോട്ടുകൾ തടയുക എന്നൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും, ഇല്ലെങ്കിൽ ഇതിൽ ആളുകളുടെ കൺഫ്യൂഷൻ മാറുമോ, ഇതിൽ ആളുകൾക്ക് എത്രത്തോളം ആശങ്കകൾ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പം DMK, തമിഴ്നാടിനെ സംബന്ധിച്ചാണെങ്കിൽ DMK സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പം കേരളം എങ്ങനെയായിരിക്കും ഇത് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിലേക്ക്, മറ്റു വിഷയങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഇതിലേക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് കടക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സർക്കാർ എങ്ങനെയായിരിക്കും കടക്കുക എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ 2 ദിവസം കൂടിയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനൊക്കെയുള്ള സമയമായി നീട്ടി തന്നിരിക്കുന്നത്. അപ്പം എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും തരണം ചെയ്യുക എന്നുള്ളത് അടുത്ത ഇലക്ഷന് മുമ്പ് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിലുള്ള ഒരു ക്ലാരിറ്റി, ആളുകൾക്ക് എന്തൊക്കെയാണ് നൽകേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നാളെ നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ളതിൽ സംശയം വരുന്ന സാഹചര്യമാണ്. ആരെയൊക്കെയാണ് പുറന്തള്ളുക,
ആരൊക്കെ ലിസ്റ്റിൽ ഇല്ലാതെ പോകും എന്നൊക്കെയുള്ളതിൽ വലിയ ആശങ്കയുണ്ട്. കാരണം 65 ലക്ഷം ആളുകളാണ് ബീഹാറിൽ പുറത്തായി പോയത്. പിന്നീട് ആഡ് ചെയ്തവർ അത്ര തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എന്ത് സംഭവിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. എന്താണ് ഈ SIR-ലുള്ള വീഴ്ചകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതിൽ കൂടുതൽ ക്ലാരിറ്റിയും വരും.